എന്തായിരിക്കും ഒരു പക്ഷേ ഭാവി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് മെനി ക്രിക്കറ്റിംഗ് ഇയേഴ്സ് ലെഫ്റ്റ് ഇൻ മീ. ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഐ കീപ് മൈ ഫിറ്റ്നസ്, ഐ ക്യാൻ റൺ, ഐ ക്യാൻ ജമ്പ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇഫ് ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് ഫിറ്റ്, ഐ വോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. മനസ്സിലായി? എനിക്ക് ആ ഫിറ്റ്നസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോഴും ഇതുവഴി ഒരു ബോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പറന്ന് ചാടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം ഞാൻ വരില്ല. മനസ്സിലായി. ഈ നിങ്ങളുടെ സൗഹൃദത്തിൽ പിറന്ന സിനിമയാണ് മൈഫ് ആൻഡ് രാമു ഒക്കെ വന്നേ. പിന്നീട് ആ ഒരു ഗ്യാങ് ഒരു സൗഹൃദ അപ്രോച്ച് മറ്റൊരു സിനിമ, എനിക്ക് നിഖിലൊന്നും വേറെ സിനിമയിലേക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, നിഖിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ബട്ട് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദർ വാസ് അന്ന് 2012 CCL കഴിഞ്ഞ സമയത്ത് എനിക്ക് 2 പടത്തിന് സാറ്റലൈറ്റ് വാല്യൂ കിട്ടിയായിരുന്നു. അതിൽ ഒരു പടമാണ് മൈഫ് ആൻഡ് രാമു. അന്നത്തെ കാലത്ത് OTT ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാറ്റലൈറ്റ് വാല്യൂന് ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ നിഖിൽ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ഈവൻ നൗ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഫോൺ കോളിന് ഓടി വരുന്ന ഒരു വ്യക്തിയാണ് നിഖിൽ. ബട്ട് സ്റ്റിൽ നിഖിലിൻ്റെ ലൈഫ് ഒത്തിരി മാറിപ്പോയി. പിന്നെ എൻ്റെ ലൈഫും പലയിടത്തോട്ട് പോയി. അതുകൊണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയില്ല. ബട്ട് സൈജു പ്രൂവ്ഡ് ഹിംസെൽഫ്. സൈജു ഇല്ലാത്ത മലയാളം പടം ഇല്ലല്ലോ. ഇല്ല. നായകനായിട്ട് വരുന്നു, കോമഡിയായിട്ട് വരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമ 10 സൈജു കുറിപ്പുണ്ട്.